അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികൾക്ക് സിയം വലിയുല്ലാഹി എന്ന് കേൾക്കുമ്പോൾ അവർ ഭയക്കുന്നു, അവർ പരിഹസിക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുകൂട്ടുന്നത്? ശൈഖുനായ ഒരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്തവർ, ഭ്രാന്തനെന്ന് മുദ്രകുത്തുന്നവർ, കാരണം ബിദ്അത്തിനോട് ശൈഖുനാക്ക് വെറുപ്പായിരുന്നു, ബിദ്അത്തിനോട് ശക്തമായ എതിർപ്പായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളവരായി ശൈഖുനാ. അവിടുത്തേക്ക് പുത്തൻവാദികളോട്, ബിദ്അത്തിന്റെ കക്ഷികളോട് ശക്തമായ വെറുപ്പായിരുന്നുവെന്ന് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ വാക്കുകളിലൂടെ നമ്മളെത്ര കേട്ടു. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ കക്ഷികൾക്ക് സിയം വലിയുല്ലാഹി എന്ന് കേൾക്കുമ്പോൾ അവർ ഭയക്കുന്നു, അവർ പരിഹസിക്കുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുകൂട്ടുന്നത്? ശൈഖുനായ ഒരു മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ കഴിയാത്തവർ, ഭ്രാന്തനെന്ന് മുദ്രകുത്തുന്നവർ, കാരണം ബിദ്അത്തിനോട് ശൈഖുനാക്ക് വെറുപ്പായിരുന്നു, ബിദ്അത്തിനോട് ശക്തമായ എതിർപ്പായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളവരായി ശൈഖുനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വലാത്തു ചൊല്ലുന്നത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. നബിയേ, എന്റെ സർവ സമയവും അങ്ങയുടെ സ്വലാത്തു ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയേ. ഈ ഹദീസിനെ മഹാന്മാർ വിശദീകരിക്കുന്നു. ഫർള് നിസ്കാരങ്ങൾ, ഫർളുകൾ നിർവഹിച്ചതിന് ശേഷമുള്ള സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ മുഴുവനും നബിയേ, ആ സുന്നത്ത് നിർവഹിക്കാനുള്ള സമയങ്ങൾ ധാരാളമായി അങ്ങേക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ നബിയേ. നബി തങ്ങളോട് പറയാണ്, നബി തങ്ങളെ എൻ്റെ ജീവിതത്തിലെ പകുതി ഭാഗം അതിനു വേണ്ടി മാറ്റിവെക്കട്ടെ നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, എത്ര വർദ്ധിപ്പിച്ചാലും അത് ഗുണകരമാണ് ഉബയ്യ് ഇബ്നു കഅബ്. നബി തങ്ങളോട് ചോദിച്ചു, ഞാൻ സുന്നത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിലെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചോട്ടെ നബിയേ. നബി തങ്ങൾ പറയുന്നു, മാ ശിഅത ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, എത്ര വർദ്ധിപ്പിക്കുന്നോ അത് ഗുണകരം തന്നെ. മഹാനവറുകൾ വീണ്ടും ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ച് നബി തങ്ങൾ പറയുന്നു, ഫൈൻ സിത്ത ഖൈറുൽ ലക, എത്ര വർദ്ധിപ്പിച്ചാലും ഉബയ്യ് ഇബ്നു കഅബ് നിനക്കതൊരു ഗുണമാണ്, നിനക്ക് ഖൈറാണ്. അവസാനം ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുന്നു, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, നബിയേ ജീവിത
ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും എന്റെ ഫർള് നിർവഹണത്തിന് ശേഷം ഞാൻ അങ്ങയുടെ സ്വലാത്തിന് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു നബിയേ. ഇതങ്ങ് കേട്ടപ്പോൾ ആരംഭപ്പൂവായ ലോകനേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദൻ തക്ഫാ ഹമ്മക വയഗ്ഫിറു ലക ദംബക വയഗ്ഫിറു ലക ദംബക. ഉബയ്യ് ഇബ്നു കഅബ, അങ്ങനെയാണെങ്കിൽ ഇരുലോകത്തെയും നിന്റെ ടെൻഷനുകൾക്കത് പരിഹാരമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ദുനിയാവിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, വിജയിക്കാനതു മതിയേ. പാപം പൊറുക്കാനും സ്വലാത്ത് കാരണമാണ്, പ്രതിസന്ധികൾ മാറാനും ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാനും സ്വലാത്ത് കാരണമാണ്. ഉബയ്യ് ഇബ്നു കഅബ സന്തോഷം നബി തങ്ങൾ സുവിശേഷം അറിയിക്കുന്നു. അതുകൊണ്ടാണ് ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ ഹളറത്തിൽ ആര് എന്ത് പ്രശ്നം വന്ന് പറഞ്ഞാലും ഈ സാധുവായ ഞാൻ ഒരിക്കൽ ഉസ്താദ് അവറുകളോട് ഒരു പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ, എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നാണ്. ജനലക്ഷങ്ങൾ ഒരുമിച്ചു കൂടുന്ന സദസ്സിൽ സുൽത്താനുൽ ഉലമ അവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്തു ചൊല്ലണേ എന്നാണ്. ഇക്കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ SSFന്റെ 50ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനം. ഉസ്താദ് ആനന്ദിച്ച നിമിഷം, ഉസ്താദ് സന്തോഷിച്ച നിമിഷം, ഉസ്താദിന്റെ മക്കളോട് പറയാണ്, ഓ കുട്ടികളെ, നിങ്ങളെല്ലാ നിസ്കാരത്തിന് ശേഷവും 10 വീതം സ്വലാത്തു ചൊല്ലണേ. അത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. നിങ്ങൾക്ക് ദുനിയാവ് വിജയിക്കാനും അത് മതിയേ, ആഖിറത്തിലെ വിജയത്തിനും അത് നിദാനമാണ്. സുൽത്താനുൽ ഉലമയെ സന്ദർശിക്കാൻ വരുന്നവരോട് അവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത് സ്വലാത്തു ചൊല്ലണേ. എന്നിട്ട് അവിടുത്തെ നാവ് കൊണ്ട് തന്നെ ഒരു സ്വലാത്തങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ വിജയത്തിൻ്റെയും നിദാനം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളാണ്. ലോകത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ടോ അവരൊക്കെ വിജയം കൈവരിച്ചത് ഹബീബായ തങ്ങൾ മുഖേനയാണ്.